ഇന്ന് 1-ാം ക്ലാസ്സിലെ കുഞ്ഞെഴുത്ത് പുസ്തകത്തിലെ പിറന്നാൾ സമ്മാനം എന്ന പാഠത്തിലെ പ്രവർത്തനങ്ങളാണ് നോക്കുന്നത്. പേജ് നമ്പർ 29. നാരകത്തിലെ മുത്ത്. ഇവിടെ കണ്ടോ, ഇലകളും അതിനിടയിലൊരു നാരകവും അതിനിടയിലൊരു മുത്തും കണ്ടോ? കൂട്ടുകാർ കണ്ടോ? കുറേ ഇലകൾ, അതിനിടയിൽ നാരകം തൂങ്ങിക്കിടക്കുന്നു, പിന്നെ മുത്ത്. പിന്നെ ഇവിടെ നോക്കിയേ, നമ്മുടെ നായക്കുട്ടിയും കോഴിയും ഒക്കെ മുകളിലേക്ക് നോക്കുന്ന ചിത്രം കണ്ടു. ഇതൊക്കെ കളറ് കൊടുത്ത് ഭംഗിയാക്കണം. നാരകത്തിലെ മുത്ത്. നാരകത്തിലെ മുത്ത് ഇവിടെ കണ്ടുവോ? ആരാണ് ആദ്യം നാരകത്തിലെ മുത്ത് കണ്ടിട്ട് ആരാ പറഞ്ഞത്? നമ്മുടെ താറാവ് പറഞ്ഞു അല്ലേ? താറാവ് എന്താ പറഞ്ഞത്? അതാ മുത്ത്, ആ മുത്ത് എനിക്ക് വേണം. ഇത് കേട്ട് നമ്മുടെ നായ എന്താണ് ചോദിച്ചത്? താറാവ് അതാ മുത്ത്, ആ മുത്ത് എനിക്ക് വേണം എന്ന് താറാവ് പറഞ്ഞപ്പോ നായ എന്താ പറഞ്ഞത്? എന്തിനാ മുത്ത്? ആ, എന്തിനാ മുത്ത്? അതാണ് നായ ചോദിച്ചത് അല്ലേ? അതിനുത്തരം ആരാ പറഞ്ഞത്? നമ്മുടെ കോഴിയമ്മ പറഞ്ഞു. എന്താ കോഴിയമ്മ അതിനുത്തരം പറഞ്ഞത്? ഇത് കേട്ട് നമ്മുടെ കോഴിയമ്മ പറഞ്ഞു, അത് അമ്മുക്കിടാവിന് സമ്മാനം നൽകാൻ അല്ലേ? ആദ്യം താറാവ് എന്താ പറഞ്ഞത്? ഇവിടെ എഴുതണം. എന്താ പറഞ്ഞത്? അതാ മുത്ത്, ആ മുത്ത് എനിക്ക് വേണം. ഓക്കെ, അപ്പൊ നമ്മുടെ നായ ചോദിച്ചു, എന്തിനാ മുത്ത്? ഇത് കേട്ടിട്ട് നമ്മുടെ കോഴിയമ്മ എന്താ പറഞ്ഞേ? അമ്മുക്കിടാവിന് സമ്മാനം നൽകാൻ. മുത്ത് തേടി. ഇവിടെ ഒരു കിളീനെ നമ്മൾ ഒട്ടിച്ച്, ഏതെങ്കിലും ഒരു തത്തേനെയോ കിളീനെയോ ഒക്കെ ഒട്ടിച്ച് അത് പറയണ പോലെയാണ് നമ്മളിവിടെ എഴുതേണ്ടത്. എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? എവിടെ മുത്ത്? അപ്പോൾ നമ്മുടെ താറാവ് പറയാണ്, ആ എന്താവും? ആ കൊമ്പിൽ അല്ലേ? ആ കൊമ്പിലാണ് മുത്തെന്നല്ലേ? അപ്പൊ ആട് മാത്രം അത് കണ്ടില്ല. ആട് ചോദിക്കാണ്, കൊമ്പിൽ എവിടെ? അപ്പൊ നായ പറഞ്ഞു, അറ്റത്ത്. അപ്പൊ പൂച്ച ചോദിച്ചു, അറ്റത്ത് എവിടെ? അപ്പൊ കോഴി എന്താ പറഞ്ഞേ? കോഴി പറഞ്ഞു, ഇലയുടെ അടിയിൽ. ഇവരുടെ സംഭാഷണമാണ് ഇവിടെ പറയുന്നത്. കുഞ്ഞെഴുത്ത് പുസ്തകത്തിലെ പേജ് നമ്പർ 29, 30, 31 എന്നീ ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അടുത്ത ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.